അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷം നമുക്കൊരു റെസിപ്പിയിൽ തന്നെ തുടങ്ങിയാലോ. നല്ല കിടിലനൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുക്കുക, അതിലേക്ക് 2-3 വെളുത്തുള്ളി ചേർക്കുക, എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 3-4 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതൊന്ന് പിച്ചിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് തിക്കാക്കിയിട്ട് എടുക്കുക. ഇനി അത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മളിനി ഇതിൻ്റെ ബാക്കി മസാലയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി. ഇപ്പോൾ ഇനി വഴറ്റിയും പിടിക്കൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. കുറച്ചധികം മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 10 രൂപേൻ്റെ പാക്കറ്റ് മാഗി ഉണ്ടല്ലോ അത് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്, സോയ സോസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുക. പിന്നെ ഒരു പകുതി മാഗി ക്യൂബും കൂടെ ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കുക. ഇനി ഒന്നുമില്ല, കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കുക, കട്ട്ലറ്റ് പോലെ തന്നെ പൊരിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതുപോലത്തെ ഒരു ഫ്ലേവർ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കുറുമയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ മൈദയിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഓൾറെഡി പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുക്കറിലാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുമയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടാണല്ലോ. പിന്നെ ഇന്ന് നമ്മൾ കിച്ചണിൽ ഒറ്റയ്ക്കാണ്, ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ ഒരു സ്നാക്കേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പറിച്ച് വെച്ചിട്ടുള്ള മാങ്ങയും സപ്പോർട്ടയൊക്കെ ഒന്ന് പഴുത്തതൊക്കെ നോക്കി എടുക്കുന്നുണ്ട്, ജ്യൂസ് അടിക്കാനായിട്ടാണ്. അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഇതേ റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതേ സമയം കൊണ്ട് നമ്മൾ കുറുമ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1-ാം പാൽ ചേർത്തിട്ടുണ്ട് തേങ്ങയുടെ. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള വെള്ളക്കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് ബത്തക്ക തന്നെയാണ് എടുത്തുള്ള. കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ബത്തക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ നല്ലപോലെ പഴുത്തിട്ടുണ്ട്, കൈ പിടിക്കാൻ പോലും പറ്റാത്ത ഇതായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചിക്കു ഷേക്കൊക്കെ അടിച്ചു. പിന്നെ ഇന്ന് നമ്മൾ ഒരു ജ്യൂസേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട്ലറ്റ് ഉണ്ടല്ലോ മാഗിയൊക്കെ വെച്ചിട്ടില്ലേ അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ലാസ്റ്റായിട്ട് ഇടിയപ്പത്തിൻ്റെ പണിയിലാണ്. കാരണം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇടിയപ്പം കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ പരിപാടികൾ. എല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യലി എന്നൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നോമ്പ് തുറയായിട്ട് കാണാം. ബൈ.